ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡയമണ്ട് കട്ട്സ് ആട്ടോ. അപ്പൊ അതിലേക്ക് വേണ്ട സാധനം എന്താ, 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു 3/4 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജീരകം എടുക്കാം കേട്ടോ. ഇത് മതി. പെരുംജീരകം ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴക്കാം. പൊന്നുട്ടി, എന്തൊക്കെ വിശേഷം? അച്ഛൻ വിളിച്ചിരുന്നോ? എന്താ പറഞ്ഞ? ഹാപ്പി ബർത്ത്ഡേക്ക് എന്താ പറഞ്ഞ? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ പൊന്നുവിനെ? ഇതിപ്പോ നമ്മള് കുഴച്ച് ഒരു 10 മിനിറ്റ് നേരം വെച്ച മാവാട്ടത്. ഇനി നമുക്കിത് പാകത്തിലുള്ള ഉരുള ആക്കിയിട്ടെടുക്കാം കേട്ടോ. ഇത് പരത്തുന്നത് ഞാനല്ല കേട്ടോ, മോളാണ് പരത്തുന്നത്. പരത്താൻ എനിക്ക് വലിയ കൈയുണ്ട്. ബാക്കി ഷേപ്പ് ആക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ പരത്തിയിട്ട് ഓരോരോ ഉരുളകളാക്കി വെക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ഉരുളകളാക്കി വെക്കട്ടെ. ഇനി നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. ഡയമണ്ട് കട്ട്സ് ആണ്, പക്ഷെ ഷേപ്പിൽ വരുമോ എന്തോന്ന് അറിയുന്നില്ല. വറുത്ത വരും കേട്ടോ. ശരിക്കും വരുവേ, മുറിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാ. ഇത് നമ്മള് മധുരം ഇല്ലാത്തതാട്ടാ ഇടുന്നത്. ഇതിൽ വേണമെങ്കിൽ എരിവ് ചേർക്കേണ്ടവർക്ക് എരിവ് ചേർക്കാട്ടോ. ഇവിടെ മോള് ചെറുതല്ലേ വിചാരിച്ചിട്ടാ എരിവ് ചേർക്കാത്തത്. അവളും കൂടി കഴിക്കുന്നതല്ല, അപ്പൊ എരിവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എരിവ് ചേർക്കേണ്ടവർക്ക് എരിവ് ചേർക്കാം. ഇങ്ങനെ ഇതെല്ലാം ഇനി മുറിച്ചെടുക്കട്ടെ കേട്ടോ. ഈ വറക്കുമ്പോ കാണാം, അതെല്ലാം മുറിച്ചെടുക്കട്ടെ കേട്ടോ. നമ്മളിതേപോലെയൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് കത്തിക്കട്ടെ. പാത്രം ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മൂത്തിരിക്കണം, നമുക്ക് വറുത്ത് പോരാട്ടോ. ഇങ്ങനെ മാറിക്കെടുക്കൂ മാറിക്കെടുക്കൂ. ഇനി ഇതൊന്ന് എണ്ണയിൽ കിടന്ന് മൂക്കട്ടെ കേട്ടോ. കുറേശ്ശെ ഇളക്കിയിട്ട് സിമ്മിലാക്കി വെക്കണേ. ഗ്യാസ് നല്ല വേവുള്ളൂ. എന്നിട്ട് നമ്മള് ഡയമണ്ട് കട്ട്സ് 4 മണി പലഹാരം കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നാലൊക്കെ ഇതുണ്ടാക്കി കൊടുക്കട്ടോ. ഇത് നമുക്ക് പഞ്ചസാരയിലും ഉണ്ടാക്കാട്ടോ. ഇങ്ങനെ മുറിച്ചിട്ടതിന് ശേഷം പഞ്ചസാര വെള്ളത്തിൽ അലിയിച്ച് അങ്ങനെ കുറച്ചിങ്ങോട്ട് ഇതായിട്ട് വരുമ്പം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുക.
പിന്നെ ഇവിടെ വെക്കുക. അത് ആറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇനി അങ്ങനെ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഇടുക. എന്റെ പൊന്ന് പറയണ പോലെ കമന്റ് ഇടുക. ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. ബൈ.